ക്രൈസ്തവ സ്ഥാപനങ്ങളെയും മിഷണറി പ്രസ്ഥാനങ്ങളെയും വേട്ടയാടുവാനും ഭീതിയിലാഴ്ത്തുവാനുമുള്ള പുതിയ നീക്കവുമായി മഹാരാഷ്ട്ര സർക്കാർ. സംസ്ഥാനത്തെ ക്രൈസ്തവ സഭകളുടെയും മിഷണറി സംഘടനകളുടെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയെക്കുറിച്ച് സംസ്ഥാന വ്യാപകമായി പ്രത്യേക അന്വേഷണവും ഓഡിറ്റും നടത്തുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച് റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ബാവൻകുലെ. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ മിഷണറിമാർക്ക് ലഭിച്ച ഭൂമിയും സ്വാതന്ത്ര്യാനന്തര സ്വത്തുക്കളും 3 മാസത്തിനകം ഉന്നതതല സമിതിയെ വെച്ച് പരിശോധിച്ച് തിരിച്ചുപിടിക്കുമെന്നാണ് സർക്കാരിന്റെ ഭീഷണി. റവന്യൂ, പോലീസ്, രജിസ്ട്രേഷൻ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന സമിതികൾ വഴി കാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനാണ് നീക്കം നടക്കുന്നത്. നൂറ്റാണ്ടുകളായി പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി വിനിയോഗിക്കുന്ന ഭൂമിയുടെ രേഖകൾ കുത്തിപ്പൊക്കി നിയമക്കുരുക്കുകൾ സൃഷ്ടിക്കാനാണ് ഈ ധൃതി പിടിച്ചുള്ള ഓഡിറ്റ് പ്രഖ്യാപനമെന്ന് സമുദായ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. കേവലം ഭരണപരമായ നടപടിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ക്രൈസ്തവ സമൂഹത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടുകളുടെ തുടർച്ചയായാണ് ഈ നീക്കത്തെ വിശ്വാസികൾ കാണുന്നത്. സംസ്ഥാനത്ത് പ്രാർത്ഥനായോഗങ്ങൾക്ക് നേരെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് നിരന്തരമായി ആക്രമണങ്ങളും ഭീഷണികളും ഉണ്ടാകുന്നുണ്ടെന്ന് കാണിച്ച് 25 ക്രൈസ്തവ സംഘടനകളുടെ കൂട്ടായ്മയായ മുംബൈ ഫോർ പീസ് മുംബൈ പോലീസ് കമ്മീഷണർക്ക് നിവേദനം നൽകി ദിവസങ്ങൾക്കുള്ളിലാണ് ഈ പ്രഖ്യാപനം വരുന്നത്. ക്രൈസ്തവർക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുവാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. മാർച്ചിൽ സംസ്ഥാന സർക്കാർ പാസാക്കിയ കരിനിയമമായ മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ ക്രൈസ്തവ സമൂഹം ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഇതിന് പിന്നാലെ സഭയുടെ ഭൂമി കയ്യേറുവാനുള്ള പുതിയ നീക്കം. നിയമപരമായ രേഖകളുള്ളവർ ഭയപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിലും മിഷണറിമാരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും വിദ്യാലയങ്ങളെയും ആശുപത്രികളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. തർക്കങ്ങളുണ്ടെന്ന് വ്യാജമായി ആരോപിച്ച് സഭാസ്വത്തുക്കൾ കണ്ടുകെട്ടുവാനും ന്യൂനപക്ഷങ്ങളെ ഭീതിയുടെ നിഴലിൽ നിർത്താനുമുള്ള ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ നിയമപോരാട്ടങ്ങൾക്കും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്കും ക്രൈസ്തവ സംഘടനകൾ ഒരുങ്ങുകയാണ്. ഭയപ്പെടുത്തൽ രാഷ്ട്രീയത്തിന് മുന്നിൽ സഭയുടെ ആതുര വിദ്യാഭ്യാസ ശുശ്രൂഷകൾ പിൻവാങ്ങില്ലെന്ന് സമുദായ നേതൃത്വം വ്യക്തമാക്കി.